ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മളെല്ലാവരും ഹോം ക്വാറൻറ്റൈനിലാണ്. എല്ലാവരും നല്ല പോസ്റ്റ് അടിച്ച് വീട്ടിൽ ഇരിക്കും. അപ്പോൾ ഈ ഒരു ലെഷർ ടൈമിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയാസും ക്രിയേറ്റിവിറ്റിയൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് കാണാം, ബുക്സ് റീഡ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ബുക്ക് വായിക്കാം, പെറ്റ്സിൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം, പിന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാം, പിന്നെ ഡ്രോയിങ്സൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, വാൾ ആർട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള വാൾ ആർട്ട്സ് ചെയ്യാം. ഇഷ്ടംപോലെ ടൈം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്കുള്ള ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും നമ്മുടെ കുറച്ച് സ്കിൽസൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടൈം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അപ്പം നമുക്കിപ്പോൾ ഒരുപാട് കാര്യത്തിൽ സ്കില്ല് കാണും. അപ്പോൾ അതൊക്കെ പൊടിതട്ടിയെടുക്കാൻ പറ്റിയൊരു ടൈമാണ്. ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും, ചിലർക്ക് എന്താ പറയുക പാട്ട് പാടാനായിരിക്കും. എന്താണോ നമുക്ക് ഏതിലാണോ നമ്മൾ നല്ല സ്കിൽഡായിട്ടുള്ളത് അതിലോട്ട് ജസ്റ്റ് എന്താ പറയുക കുറച്ചുകൂടെ നമുക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റിയൊരു ടൈമാണ്. അത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു ആർട്ടാണ് ചെയ്യാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രാപ്പ് വരുന്ന ബൾബ് കൊണ്ട് എങ്ങനെ ഒരു നല്ലൊരു ഹോം ഡിക്കോർ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനായി ആവശ്യമുള്ള സാധനം ബൾബ്, വുളൻ ത്രെഡ്സ്, പ്ലെയർ, സിസേഴ്സ് ആൻഡ് ഫെവിക്കോൾ, പിന്നെ കുറച്ച് കളർ പെബിൾസും. ഇത് ഓപ്ഷണലാണ്. ആദ്യമായി ബൾബിൽ കാണുന്ന ഇതുപോലത്തെ നോബ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നോബും റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 2 ഹോളാക്കി എടുക്കുക. അടുത്തതായി ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന പോർഷൻ പൊട്ടിക്കുക. സൂക്ഷിച്ച് തന്നെ ചെയ്യുക. അത് കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോവും. അതിനുശേഷം ഒരു ചെറിയ ഹോൾ വീണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിസേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്തതായി ഈ ബൾബിൻ്റെ അകത്ത് കാണുന്ന ഈ ഒരു ലെയറും കൂടെ റിമൂവ് ചെയ്യണം. അതും ചെറുതായിട്ട് ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇങ്ങനെ തട്ടുക. ഇതുപോലെ അത് റിമൂവ് ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് പൊട്ടിച്ചെടുക്കുക. അടുത്തതായി ഹാങ് ചെയ്യാനായിട്ട് വുളൻ ത്രെഡ് എടുക്കുക. അത് ഒരേ മെഷറിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഹോളിൽ ശ്രദ്ധിച്ച് കൊരുത്തെടുക്കുക. അങ്ങനെ ഒരു സൈഡ് ഫിനിഷായി. അതുപോലെ തന്നെ ഓപ്പോസിറ്റും ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ടും ഹാങ് ചെയ്യാൻ കണക്കിന് എടുക്കുക. അടുത്തതായി ഈ ബൾബിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ നമുക്ക് ത്രെഡ് വൈൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ത്രെഡാണ് എടുക്കുന്നത്. ആ ഗ്ലൂവിൻ്റെ ഭാഗത്തൂടെ ത്രെഡ് കറക്റ്റായിട്ട് വൈൻഡ് ചെയ്തെടുക്കുക. ഗ്യാപ്പില്ലാതെ വൈൻഡ് ചെയ്തെടുക്കുക. ആ ത്രെഡിൻ്റെ എൻഡിലും ഫെവിക്കോൾ കൊണ്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊരു 1 മണിക്കൂർ ജസ്റ്റ് ആ ഗ്ലൂ ഒന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ 3/4 വെള്ളം നിറയ്ക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കളർ പെബിൾസ് എടുക്കുക. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വൈറ്റ് പെബിൾസ് ആണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം അക്യൂറത്തിലും അവൈലബിൾ ആണ്. അങ്ങനെ കല്ല് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഇതുപോലൊരു മണി പ്ലാന്റ് എടുക്കുക. ചെറിയൊരു റൂട്ടുള്ളത് എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ ഇതുപോലെ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഹാങ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ാണല്ലോ ഇതുപോലത്തെ ഒരു സിമ്പിൾ ബൾബ്, ഒരു സ്ക്രാപ്പ് ബൾബിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു ഹോം ഡിക്കോറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും നമ്മുടെ രീതിയിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള സ്ക്രാപ്പുകൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ രീതിയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്കും, ഫ്രീ ടൈമാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കിട്ടാനായിട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.